അപ്പം നമ്മുടെ ധാരണ തെറ്റിദ്ധരിക്കൽ. നിങ്ങൾക്ക് ദോഷമുള്ളതുകൊണ്ടല്ല നാഗം സ്വപ്നത്തിൽ വരുന്നത്, നിങ്ങൾക്കതൊരു ഉയർന്ന തലമായതുകൊണ്ട്. ദോഷം വരുന്ന സമയം നിങ്ങൾ സ്വപ്നമായിരിക്കില്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് അതിനെക്കാട്ടിലുപരി നിങ്ങൾക്ക് വേറൊരു മാനസിക അവസ്ഥയിലായിരിക്കും നിങ്ങളല്ലേ. ഇതുപോലുള്ള ഉയർന്ന തരത്തിലുള്ള ശക്തികളൊന്നും നിങ്ങളുടെ വരില്ല. നാഗം, കാക്ക ഇങ്ങനെയുള്ളതൊന്നും വരില്ല. അതുപോലെ തന്നെ കാള, ഈ നന്ദി അല്ലെ, പശു, ഇതൊന്നും ഉയർന്ന തരത്തിലുള്ള നിങ്ങളുടെ ജന്മോദ്ദേശമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സമയത്തൊന്നും മൃഗങ്ങൾ അങ്ങനെ കയറി വരില്ല. ഇത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ പോകുന്നതിനായിട്ടാണ് ഇത് കയറി വരുന്നത്. നമസ്കാരം. അലക്സാഞ്ചറ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഗങ്ങളുടെ ആരാധകനായ ആദിയാണ്. ചെങ്ങന്നൂരാണ് സ്ഥലം. ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസ് എന്ന സംരംഭവുമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ നാഗങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും നാഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സംസാരിച്ചാലും പറഞ്ഞാലും ഒക്കെ തീരാത്ത കാര്യമാണ് അല്ലേ. ദേവത അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കുന്ന വലിയൊരു സ്വരൂപമാണ്. ഇപ്പോൾ നാഗം എന്ന് പറയുമ്പോൾ നമ്മൾ എഴഞ്ഞു കിടക്കുന്ന ജന്തുവിന് ഒരു ഉപരിയായിട്ട് ഒരു കോൺഷ്യസ്നെസ്സാണ്. അപ്പം നാഗാരാധന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്? അപ്പം നാഗങ്ങളെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? മാം, നാഗാരാധന, നാഗം എപ്പോഴും നമ്മുടെ ആന്തരിക ഘടനയായിട്ട് വളരെ ബന്ധമുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കുണ്ടലിനി ശക്തിയാണ് മനുഷ്യൻ. ഇപ്പം നമ്മളിപ്പോൾ നാഗാരാധനയെ കുറിച്ച് സംസാരിക്കുന്നു. നമുക്കിപ്പോൾ നമ്മളറിയാം, നമുക്കെല്ലാം അനുഭവ സമ്പത്താണെന്നല്ലോ. കുണ്ടലിനി ഉണ്ടെന്ന് പോലും, ഊർജ്ജ വ്യവസ്ഥ ഉണ്ടെന്നും, അതൊരു തരത്തിലുള്ള ഊർജ്ജം മുകളിലേക്ക് പൊങ്ങുന്നതും സർപ്പവും നമ്മുടെ ഊർജ്ജമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം നമ്മുടെ ബ്രാഹ്മിയിലൊക്കെ വന്ന് കുറേ ആൾക്കാർക്ക് അറിയാം. പണ്ടൊക്കെ സർപ്പത്തെ ഒത്തിരിയും പേടിച്ച് സർപ്പത്തിന് വേണ്ടി, സർപ്പം എന്തൊരു ദോഷം ചെയ്യുന്നൊരു രീതിയാണെന്നുള്ളതിൽ നിന്ന് എനിക്കിപ്പോൾ കുറേ ആൾക്കാരെ നാഗാരാധനയിലും സർപ്പ എനർജിയിലേക്കും കുറേ പേർക്ക് തന്നെ ചക്ര ആക്ടിവേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സാധിച്ചു. അപ്പം അത് എല്ലാം സർപ്പദൈവങ്ങളുടെ കൃപയാണ്. ആ നാഗലോകത്തിൻ്റെ ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നാഗലോകം എന്ന് പറഞ്ഞതുപോലെ തന്നെ നാഗലോകം, നമ്മുടെ മനുഷ്യൻ ഇവിടെ വന്ന സമയം നമുക്ക് എപ്പോഴും വേണ്ടത് പരിണാമമാണ്. നമ്മളെല്ലാം ആത്മീയ അന്വേഷകരാണ്. ആത്മീയ അന്വേഷണം ജനിച്ച അന്ന് മുതൽ തന്നെ അല്ലേ, നമ്മൾ ഓരോ ജന്മജന്മാന്തരവും ഞാനെന്നുള്ളതിലേക്കുള്ള യാത്രയാണ്. അപ്പം ഞാനെന്നുള്ള ഈ യാത്രയിലേക്ക് നമ്മൾ നയിക്കാനായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? സർപ്പലോകത്തിൽ നിന്ന് സർപ്പങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. അപ്പം സർപ്പങ്ങളുടെ രീതി എന്ന് വെച്ചാൽ സർപ്പങ്ങൾ പല രീതിയിലാണ്. ഇപ്പം അനന്തൻ, വാസുകി എന്നൊക്കെ പറയുന്നത് ബ്രഹ്മനാഗങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രദേശം, മലപ്രദേശം കാര്യങ്ങൾക്കൊക്കെയുള്ള നാഗങ്ങളെ നമ്മൾ പറയുന്നത് വെച്ചാൽ കാർക്കോടകൻ, അവരാണ് അവിടെ വസിക്കുന്നത്. അതുപോലെ നിലം ഭാഗങ്ങൾ, അവിടെയൊക്കെ തക്ഷകനാണ്. അപ്പം ഈ ലോകത്തിൽ, 3 ലോകത്തിലും, ഭൂമിയുടെ അടിയിലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തും ബ്രഹ്മത്തിലും വസിക്കുന്ന നാഗങ്ങളുണ്ട്. ഈ നാഗങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നാഗലോകത്തിൽ അവരവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് പോകുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ ചെയ്യുന്നവരല്ല, പക്ഷെ അതിനേക്കാട്ടിലുപരി മനുഷ്യൻ്റെ ആ രൂപം, മനുഷ്യരൂപമല്ലാതെ തന്നെ സർപ്പരൂപം, 5 തലയുള്ള രീതിയിൽ സർപ്പരൂപത്തിലുള്ള, അതേസമയം നമുക്ക് നമ്മുടെ ആന്തരിക ഘടനയിൽ നമുക്ക് ഗ്രഹണശക്തി ഗ്രഹിച്ച് നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നാഗദൈവങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിനെ നാഗങ്ങളെ ഗുരുവാക്കാൻ തുടങ്ങി. അതെന്ന് വെച്ചാൽ നാഗം ഗുരുവാണ്, നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ യോഗയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നാഗങ്ങൾക്കാണ്. അതിൻ്റെ ഉദാഹരണം തന്നെയാണ് പതഞ്ജലി മഹർഷി. പതഞ്ജലി പകുതി മനുഷ്യനും പകുതി നാഗവുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അതാണ് എല്ലാം നോക്കി യോഗയുടെ എല്ലാ അവസ്ഥകളും, ധ്യാനമാവട്ടെ, ധാരണയാവട്ടെ, സമാധിയാവട്ടെ, മോശമാവട്ടെ, അഷ്ടാംഗമാവട്ടെ, എല്ലാ രീതിയിലുള്ള യോഗയുടെ വ്യവസ്ഥകളും പറഞ്ഞു തന്ന മനുഷ്യനാണ് പതഞ്ജലി മഹർഷി. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും നോക്കിയത് 5 തലയുള്ള നാഗം ഇപ്പോൾ ഉണ്ട് പതഞ്ജലി മഹർഷിക്ക്. അപ്പം നാഗം എന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരുവായിരുന്നു നാഗം ഇവിടെ വന്ന സമയത്തും. നമ്മളിലേക്കുള്ളിലേക്ക് ആ ഒരു ധാരണ ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കുകയും നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുവാനും ആ രീതിയിലേക്കായിരുന്നു നാഗ ആരാധനയിലേക്ക് നമ്മൾ
കടന്നത് മനുഷ്യന്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ നാഗങ്ങളെ ആരാധിക്കുന്ന വ്യക്തിയെന്ന്. അപ്പം ഈ നാഗങ്ങൾ ഇത്രയും നമ്മളെ വിളിച്ചു വരുത്തി നമ്മുടെ ലോകത്തേക്ക് വിളിച്ചു വരുത്തി അവരെ ആരാധിക്കുകയും ചെയ്തിട്ട് പിന്നെ തഴയുകയും ചെയ്തപ്പോഴാണല്ലോ ഈ ദോഷങ്ങളും വന്നത്. അപ്പം നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം അത് എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നുള്ളത്. അതായത് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരു വഴിപാട് പോലെ നേരുകയും ആ ആഗ്രഹം നടന്ന ശേഷം നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യസിദ്ധി അല്ലേ, കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു. അപ്പം ശരിക്കും എങ്ങനെയാണ് അത് ആ രീതി തന്നെയാണോ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും നാഗാരാധന രീതിയുണ്ടോ? ആ പ്രീതിപ്പെടുത്തുന്ന രീതിയെ പറ്റി ഒന്ന് പറയാമോ? എന്നുവെച്ചാൽ സർപ്പ ആരാധനയിൽ ഏറ്റവും പെട്ടെന്ന് വശിപ്പെടുവാണ് നാഗങ്ങൾ. വെച്ചാൽ ഭക്തി വശകരെന്നാണ് പറയുന്നത്, അതുപോലെ ഭക്തിപ്രിയരുമാണ്. ഇതൊരു തരത്തിൽ എന്താണ്, നാഗ എനർജി നാഗവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഭൗതിക സമ്പൽ സമൃദ്ധിയാണ് നാഗം എന്ന് പറയുന്നത്. ഒരു നമ്മളിലേക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുമാണ് നാഗദൈവങ്ങൾ കൊണ്ടു നൽകുന്നത്. അപ്പം ഈ നാഗങ്ങളിൽ തന്നെ സർപ്പങ്ങളുണ്ടല്ലോ. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ആരാധന ഇപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു മണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രാവൻകൂർ ഭാഗത്ത് എല്ലാത്തും വ്യത്യസ്തമായിട്ടുള്ള നാഗാരാധനകളാണ് നടന്നിട്ടുള്ളത്. ഈ മലബാർ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ തശകനായതുകൊണ്ട് തശകൻ രീതിയിലുള്ള ആരാധന, ഇവിടെ കാർക്കോടക രീതിയിലൊക്കെയാണ്. ഈ നാഗങ്ങളിൽ എന്നൊക്കെ വെച്ചാൽ എപ്പോഴും ബ്രഹ്മനാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ ഒരു യോഗയിൽ ഒരു വ്യക്തിക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു വേറെ തലത്തിലേക്ക് വേണം ബ്രഹ്മനാഗമായ അനന്തനെയും അതുപോലെ വാസുകിയും കാർക്കോടകയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ സർപ്പങ്ങൾ ഇവിടെ വസിക്കുന്നവരാണല്ലോ. ഭൂമിയിലെ സർപ്പങ്ങളുണ്ടല്ലോ, ഈ മണ്ണിൻ്റെ ഈ പാതാളത്തിൽ വസിക്കുന്ന ഈ ഒരു ഭൂമിയിലുള്ള ഈ ഒരു സർപ്പങ്ങളെ ചില ആരാധന ക്ഷേത്രങ്ങൾ കണ്ടിട്ടില്ലേ, ഇതുപോലെ ക്ഷേത്രങ്ങളിലും അല്ലെ കാവുകളിലും ഒക്കെ ആയിട്ട് ആരാധന ക്രമത്തിലേക്ക് കൊണ്ടുവരും. ഇവരെ പ്രീതിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ നിസ്സാര സമയം കൊണ്ട് ഒരു വ്യക്തി നാഗാരാധന ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നാഗാരാധന ചെയ്ത് തുടങ്ങാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ദിവസങ്ങൾക്കകം തന്നെ ഫലം വരികയാണ്. എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര വലിയ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടെങ്കിലും ഇതെല്ലാം മാറുകയാണ്, അത്ഭുതകരമായി മാറുകയാണ്. എന്നുവെച്ചാൽ അവർക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സുപ്രീം പവർ ഉണ്ടല്ലോ, നമ്മളെക്കാട്ടിൽ ഉയർന്ന തലത്തിലുള്ളതല്ലേ. അപ്പൊ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ രീതിയുണ്ട്. അപ്പം ഒരു ആരാധന ചെയ്യുന്ന സമയം നമ്മൾ എത്രത്തോളം ശുദ്ധമായിരിക്കും എന്നുള്ളതല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് ബ്രാഹ്മിയിലുള്ള എല്ലാ രീതിയിലുള്ള അടിസ്ഥാനപരമായിട്ട് നാഗാരാധനയെക്കുറിച്ചുള്ള എല്ലാ മാർഗങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുപരി തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സർപ്പ മെഡിറ്റേഷൻ ആവട്ടെ, അതുപോലെ സർപ്പ സാധനയാവട്ടെ, സർപ്പ പൂജയാവട്ടെ, ഇതെല്ലാം ഒരു തരത്തിൽ നമ്മൾ അതിനെ ഒരു ദോഷം വരാത്ത രീതിയിൽ മനുഷ്യന് ഐശ്വര്യം വരുന്ന രീതിയിലേക്കുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു രീതിയിൽ നമ്മൾ ഒരു കാര്യത്തിൽ നമുക്കെപ്പോഴും നമ്മളൊന്നിനെയും ഭയം കൊണ്ടല്ലല്ലോ. ഇപ്പോൾ നാഗം എന്ന് പറയുന്ന ഭയമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് പോകുന്നതിനുപരി അതിലേക്ക് ഒരു അറിയാലോ ഒരു കോൺഫ്ലിക്റ്റ് പോലെ അത് നിന്നു പോകും. അതേസമയം ഒരു വിശ്വാസമില്ല, അതെന്താണ് ഒരു സർപ്പം താഴെ കൂടുന്ന സർപ്പം, അതിനെക്കുറിച്ചൊരു അന്ധത അല്ലേ, അന്ധത നിറഞ്ഞുകൊണ്ടും ഇതിലൊന്നും ഇപ്പോൾ അതിലൊരു ബലം വരില്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ പൂർണ്ണമായിട്ടും ഞാൻ അനന്തന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ എൻ്റെ ജന്മോദ്ദേശമായിട്ടുള്ള നാഗപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ യാത്രയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അനന്തനെ ആരാധിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ജ്ഞാനങ്ങളും അറിവും മറ്റുള്ളവരും പകരമാണ് ഇവിടെ ചെയ്യുന്നത്. അത് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അവന്റെ പ്രയാസത്തിന് എല്ലാം നിന്നും മോശത്തിന് വേണ്ടിയിട്ടാണ്, ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടിയാണ് ബ്രാഹ്മിയിൽ കൈകാര്യം ചെയ്യുന്നത്. ബ്രാഹ്മി അനന്തന്റെയാണ്, അനന്തനാഗസ്വാമിയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അനുഭവിച്ചറിഞ്ഞവർ പറയുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത് നോക്കിയാൽ മതി. ഇപ്പം ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ നടന്ന അനന്തനാഗസ്വാമി സാധനയിൽ അവർക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗത്തെ അനുഭവിച്ചറിയുകയാണ്, അനന്തനെ അനുഭവിച്ചറിയുകയാണ്. അനന്തന്റെ ആ ഒരു പ്രസൻസും ആന്തരികടലിലുണ്ടാകുന്ന സ്നേഹവും ആ സന്തോഷവും, അതിനുപരി സാധന കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിയുമ്പം എത്രയോ നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് ദുബായിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന, ബിസിനസ് തുടങ്ങാനും അതിന് നോക്കുന്നതുണ്ട്. സാധന കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ഇങ്ങോട്ട് വരുവാണ്. അവരെന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്കെപ്പോഴും അറിയാമല്ലോ, എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാം പറയുന്നുണ്ട് നമുക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ചില ആഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയം നമുക്കൊരു തരത്തിലൊരു ഫ്രീക്വൻസി ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു സ്വപ്നം, ഒരു വീട് കാണാം, അല്ലെങ്കിൽ ഒരു കാറ് കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അതിനുള്ള ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്, അത് നമുക്ക് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അതേസമയം നമ്മൾ അതിനേക്കാട്ടിൽ ഉപരി വലിയൊരു ഫ്രീക്വൻസിയും വൈബ്രേഷനും അനുഭവിച്ചറിയുന്നു, നമ്മുടെ തന്നെ ഉള്ളിലെ ആനന്ദവും സ്നേഹവും ശാന്തിയും അനുഭവിച്ചറിയുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ വേറൊരു തരത്തിലുള്ള ക്ഷമയുണ്ടാവും. ഈ ക്ഷമാപൂർവ്വം നമ്മൾ ഇരിക്കുന്ന സമയം മറ്റതിനോടൊരു ഡിറ്റാച്ച് സ്റ്റേജും
അതിനുശേഷം നമ്മുടെ പുറമേ ഇറങ്ങി കഴിയുമ്പം നമുക്കത് നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരുകയാണ്. അത് സമ്പത്താവട്ടെ, ഇനി എത്ര വലിയ സ്വപ്നങ്ങളാവട്ടെ, ഇനി കടമാവട്ടെ, എന്തും ആവട്ടെ, ഇതെല്ലാം നടന്നു കിട്ടുകയാണ്. എന്ന് വെച്ചാൽ അനന്തൻ്റെ ഒരു പ്രസൻസ് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മാർഗം പറഞ്ഞു കൊടുക്കുക. അതാണല്ലോ ഒരു ഗുരുവിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. നമുക്കിത് നമ്മുടെ ഉള്ളിൽ നമ്മൾ വേറൊരു കാര്യം അച്ചീവ് ചെയ്തവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആന്തരികഘടനയിലെ അല്ലെ നാഗത്തിനെ ആ ഒരു ദർശനത്തോടുകൂടി നമ്മുടെ ലൈഫിലെല്ലാം എന്താ പറയുക, അതൊരു ഫുൾഫില്ലായ അവസ്ഥയാണ്. ബാക്കിയുള്ളതെന്നെല്ലാം പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു അനന്തൻ്റെ എന്ന് വെച്ചാൽ അനന്തനെ എല്ലാവരും അനുഭവിച്ചറിയണമെന്നും അനന്തനാഗസ്വാമിയുടെ കൃപ അല്ലെ നാഗലോകങ്ങളുമായി സർപ്പദൈവങ്ങളുമായിട്ടുള്ള മനുഷ്യരാശി എത്തിച്ചേരണമെന്നുള്ളതാണ് പ്രാർത്ഥന. എന്ന് വെച്ചാൽ അത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പം ഞാൻ അറിഞ്ഞ മാർഗം, ഞാൻ സാധന ചെയ്യുന്ന മാർഗം എല്ലാമാണ് നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പം സർപ്പങ്ങളുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ, നാഗദൈവങ്ങളുമായിട്ട് അടുത്ത് കഴിയുമ്പം ഒരു ഗുരുവിൻ്റെയും കൂടി സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. അപ്പം നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എന്തിനും ഇപ്പം നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുന്നത് എപ്പോഴും എന്താ, ഉള്ളുകൊണ്ട് വേണം അല്ലേ, ഉപാധികളില്ലാതെ വേണം. അതുപോലെ നാഗങ്ങളിലെടുക്കാൻ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം തുറന്നു പറയാം അല്ലേ. അങ്ങനെയല്ലേ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നമുക്ക് ഉള്ളുകൊണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്തുള്ളവരാണ് നാഗദൈവങ്ങൾ. നമ്മുടെ സങ്കടം അതെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഉള്ളിൽ എല്ലാം കൊണ്ട് മനുഷ്യനെന്ന് വെച്ചാലും എന്താ പറയുക, ശിവനാണ്, ഈ പ്രപഞ്ചമാണ് അല്ലേ. ഈ പ്രപഞ്ചത്തിൻ്റെ അംശമായിട്ടുള്ള നമ്മളിലും ഈ സൃഷ്ടിയിലുള്ള എല്ലാ രീതികളുള്ള മൃഗമാവട്ടെ, അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള വൃക്ഷങ്ങളാവട്ടെ, എല്ലാവരും ഒരു തരത്തിലെ ഫ്രീക്വൻസിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയിൽ ഈ സൃഷ്ടി മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് മാത്രം ദുഃഖതയും സങ്കടവും വരുന്ന സമയത്ത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്നുവെച്ചാൽ നീ നിന്റെ ബോധത്തിലേക്ക് വരണമെന്നേ ഉള്ളൂ അവരുടെ ആഗ്രഹം. അപ്പം നമ്മൾ അവരെ പ്രീതിപ്പെടുത്തുന്ന സമയം നമ്മുടെ ദുഃഖത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും, അത് മാറ്റി നൽകും. നമുക്ക് സങ്കടം, നമുക്ക് അത്രയേറെ തീവ്രമായിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും ആത്മീയ പാതയിൽ പോലും ഇറങ്ങാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൗതികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമായിരിക്കും നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തടസ്സം മാറിക്കിട്ടാൻ അനന്തനെ ഒന്ന് ആത്മാർത്ഥമായി വിളിച്ചു കഴിഞ്ഞാൽ അനന്തം വെളിപ്പുറത്തുണ്ട്. വെച്ചാൽ നമുക്കിതെന്താണെന്നറിയോ, നമുക്കെപ്പോഴും തിയറി എപ്പോഴും അല്ലേ, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും ആൾക്കാർക്ക് അത് ഒരു ഭക്തിപൂർവ്വം, ഇപ്പം നാഗങ്ങളെ അറിയാവുന്ന നാഗ ഉപാസന ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആകാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ജീവിച്ചു, എൻ്റെ ശരീരം സമാധി പോകുന്ന അത്രത്തോളം കാലം എൻ്റെ അടുക്കൽ ആര് വന്നാലും അനന്തനാഗസ്വാമി ഞാൻ അനുഭവിപ്പിക്കുന്നതാണ്. അനുഭവിച്ചറിയാൻ സാധിക്കും അനന്തൻ്റെ ആ ഒരു പ്രസൻസ്, ആ ദൈവം അല്ലേ. നമ്മളിപ്പം ഈ ഇരിക്കുന്നതും ദൈവത്തെ ഉള്ളിൽ നിന്ന് കാണുന്നതും വ്യത്യാസമുള്ള കാര്യമാണ്. ഉള്ളിൽ ദൈവിക ശക്തി പ്രകടമായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വരുമോ, എൻ്റെ ജീവിതത്തിൽ കടം മാറ്റി തരുമോ, എൻ്റെ ജീവിതത്തിൽ ആത്മീയതയിൽ മോശം കിട്ടുമോ, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ എല്ലാം സമർപ്പണമാണ്. പിന്നെ അങ്ങനെയാണ് വേണ്ടത്. എവിടെയെങ്കിലും ഒരു ഡിവോഷനോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈനുമായിട്ടൊരു ലവോ ഒരു കമ്പാഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ ലൈഫ് കുറച്ചുകൂടി ഈസി ആവുകയാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ അനന്തനാഗ സ്വാമി സാധനയുടെയൊക്കെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ബ്രാഹ്മണ, നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. അതിൽ സാധന കഴിയുന്നവരുടെ അനുഭവം എന്ന് വെച്ചാൽ അനന്തന് അവരുടെ തലയുടെ പുറകിൽ രക്ഷകനായി നിൽക്കുന്നതായിട്ടാണ് അവർ അനുഭവിച്ചറിയുന്നത്. പ്രകാശം പോലെ അനുഭവിച്ചറിയുകയാണ്. വർഷങ്ങൾ കൊണ്ട് പല സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുന്നവരാണ്. പക്ഷേ ദൈവിക സ്പന്ദനം അനുഭവിച്ചറിയണം. അതിനൊരു പവിത്രത നമ്മളിലേക്ക് കടന്നു കിട്ടിയാൽ മാത്രം മതി. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പോടുകൂടി സാധനയിൽ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. അനന്തനാഗസ്വാമി സാധന എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 9 മണി മുതൽ 5 മണി വരെ അത്രയും മണിക്കൂറുകൾ കൊണ്ടാണ് നാഗ എനർജി അനുഭവിച്ചറിയുക. അതിനെക്കാട്ടിൽ വലിയ ദേവനാണ് നമ്മുടെ മനുഷ്യനിവിടെ ജീവിച്ചിരിക്കുന്നല്ലോ. അവരുടെ ലോകത്തിൽ ആ നാഗങ്ങളുടെ എല്ലാം അധിപനായി നിൽക്കുന്നതാണ് അനന്തനാഗസ്വാമി എന്ന് പറയുന്നത്. അപ്പം നാഗരാജാവാണ്. രാജാവെന്ന് വെച്ചാൽ എന്താണ്, കിങ് ആണ്. അപ്പോൾ കിങ്ങിനെ നമ്മുടെ ആഗ്രഹങ്ങളെന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ് എല്ലാം അല്ലേ. ഇപ്പം ചിലപ്പോൾ നമ്മുടെ അനന്തനാഗസ്വാമി സ്ഥാനങ്ങളിലേക്ക് വന്നു പോയി കഴിയുന്നവർക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതായി പോവുകയാണ്. എന്ന് വെച്ചാൽ അവർക്കെല്ലാം ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് പിന്നെ അതിനേക്കാളും ഉപരി വലിയ സ്വപ്നമാണ് കാണുന്നത്. നമ്മൾ സ്വപ്നം കാണുന്നത് തന്നെ എന്തിനായിരിക്കും, ജീവിതത്തിൽ ആരെങ്കിലും മുൻപിലേക്ക് അല്ലേ, നമുക്കൊരു അച്ചീവ്മെന്റ് വേണം. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫുൾഫിൽമെന്റ്. അല്ല പല രീതിയിലാണ്. പക്ഷെ നമുക്കൊരു ബോധപ്രാപ്തിയിലേക്കും കൂടി നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറം കിടക്കുവാണ്. സ്വപ്നം കാണുന്നതും റിയാലിറ്റിയിൽ ജീവിക്കുന്നതും രണ്ടാണ്. റിയാലിറ്റിയിലേക്ക് അത് അടുക്കും, പക്ഷെ നമ്മൾ ഒന്നിനോട് ഡിറ്റാച്ച്ഡ് അല്ല. എന്ന് വെച്ചാൽ നാഗം എന്ന് പറഞ്ഞൊരു സ്പിരിച്വൽ ഗുരുവാണ്. അപ്പം നമ്മൾ ഒന്നിലേക്കൊന്ന് അറ്റാച്ച്മെന്റ് കൊണ്ട് ഇടിയിക്കില്ല. അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താവുന്നത്, ആത്മീയതയിൽ ഉയർന്ന തലത്തിൽ മോശപ്രാപ്തി പോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാത്ത. എന്ന് വെച്ചാൽ നമുക്ക് മോശവും വേണം, അതേസമയം ഭൗതികത്തിൽ നല്ല സമൃദ്ധിയോടുകൂടി തന്നെ ജീവിക്കുകയും വേണം. അപ്പം നമുക്ക് ഒരിക്കലും രണ്ടിലും എന്ത് ചെയ്യരുത്. രണ്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ ഭൗതിക ജീവിതത്തിൽ ഒരിക്കലും അറ്റാച്ച്മെന്റ് പാടില്ല. സമ്പത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിയോടോ ഒന്നും അറ്റാച്ച്മെന്റ് പാടില്ല. അത് തലം, നമ്മളത് അനുഭവിക്കേണ്ട തലമാണ്, ഒരിക്കലും മനസ്സുകൊണ്ട് പറഞ്ഞറിയിക്കേണ്ടല്ലോ. അതേസമയം നമ്മൾ ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്കാണെങ്കിൽ നാഗത്തിനെ പോലെ ഒരു വലിയ ഗുരു വേണം. നമ്മളെ ഓരോ നിമിഷം കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്കവിടെ എത്തിച്ചേരണം. അപ്പൊ ഇത് രണ്ടും കൂടിയാണ് ഉണ്ടാവുന്നത്. അത് വേറെ തലമാണ്, അത് അനുഭവിച്ചറിയണം. അനുഭവമാണ് ഗുരു. തലത്തെ പറ്റി പറയുമ്പോഴാണ് കുണ്ടലിനി ശക്തിയെ പറ്റി ഓർക്കുന്നത്. ഈ കുണ്ടലിനി ശക്തിയും നാഗ എനർജിയും ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം അത് ഈ കുണ്ടലിനി ശക്തി ഉണരാനായിട്ട് നാഗ എനർജി എത്രമാത്രം സഹായിക്കുന്നുണ്ട്? ഏത് തലം വരെയാണ് നമുക്ക് പോകാൻ സാധിക്കുക? കുണ്ടലിനി ശക്തി ഞാൻ പറയട്ടെ, ഭഗവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് കുണ്ടലിനി ശക്തി. അത് ഹയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ്, നമ്മുടെ മനുഷ്യരാശിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. അത് സർപ്പദൈവങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നും കൂടിയാണല്ലോ. ഇപ്പം ഇപ്പം നമ്മളൊരു സർപ്പക്ഷേത്രത്തിൽ പോകുമ്പം അല്ലെങ്കിൽ ഒരു നാഗ ആരാധന നടക്കുന്ന, ഒരു നാഗ വർഷിപ്പ് നടക്കുന്ന സ്ഥലത്തോട്ട് ചെല്ലുമ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എന്നുവെച്ചാൽ പ്രാണൻ കെട്ടിക്കിടക്കുന്ന മൂലാധാരയിലാണ്. നമ്മൾ നാഗത്തെ സുഷുമ വാസന എന്നാണ് പറയുന്നത്, സുഷുമയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഊർജം കുണ്ടലിനി ഇപ്പം മൂലാധാരയോട് ചേർന്നുള്ള ഈ സുഷുമ എന്ന് പറയുന്ന ഈ ഒരു നാഡിയിൽ നാഗ എനർജി കിടക്കുന്നത് കുണ്ടലിനി എന്ന് പറയുന്നത്. ഇടയുടെയും പിങ്കളയുടെയും ഉള്ളിൽ നിന്ന് ഇത് നാഗം ചുറ്റുമാണ്. നമ്മുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലാധാരയിലും അതുപോലെ തന്നെ മണിപ്പൂരകയിലും വിശുദ്ധിയിലും ഇങ്ങനെ ഒരു ചുറ്റുണ്ട് നാഗത്തിന് എപ്പോഴും. ഇപ്പം അനന്തനാഗസ്വാമി സാധനയിലൊക്കെ നമ്മൾ വർഷിപ്പ് സമയത്ത് ചെയ്യിക്കാറുണ്ട് അവരെ കൊണ്ട്. നാഗത്തെ വിശുദ്ധി വരെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമ്മുടെ ആന്തരികഘടനയിൽ എളുപ്പമാണ്. ഉള്ളിൽ ഈ സ്നേഹവും സന്തോഷവും ആനന്ദവും അതുപോലെ തന്നെ ഈ ദൈവിക സ്പന്ദനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മിസ്ട്രിക്കലായിട്ടുള്ള പല വശങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെയൊക്കെ സാധനയിൽ ആൾക്കാർ വന്നിരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു തരത്തിൽ നമ്മുടെ കുണ്ടലിനി ഇപ്പം ഞാൻ ഭൗതികപരമായിരിക്കും, എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ധ്യാനത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. പൂർണ്ണ ധ്യാനത്തിൽ ഒരു സമാധി സ്റ്റേറ്റിലേക്ക് നിന്നുകൊണ്ട് എനിക്ക് കാര്യത്തിലേക്ക് കർമ്മയോഗത്തിലേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതേസമയം സാധനയ്ക്ക് വരുന്ന ആൾക്കാരുടെ ആ ടൈം, വർഷിപ്പ് ടൈമിലേക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ ആ കുണ്ടലിനി, എൻ്റെ ആജ്ഞയെ ഏകദേശം എന്നിൽ നിന്നൊരു ഇത്രയും ഒരു 2 അടി ഇതിലേക്ക് ഞാൻ ഇവിടെ നിർത്തും. ആജ്ഞാചക്രത്തിനെ കൊണ്ടുവന്നിട്ട് ഈ ആജ്ഞയെ നിർത്തിക്കൊണ്ട് ചക്രങ്ങളെ കുണ്ടലിനി മുകളിലേക്ക് പൊക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിസ്ട്രി ചേഞ്ചിങ് ഉണ്ട്. അപ്പം ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ദൈവിക ശക്തി വന്നിരിക്കുന്ന സ്പന്ദനം ഇതാണ് അപ്പോൾ അവിടെ പകരുന്നത്. ആ സ്നേഹം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പറയാൻ പറ്റില്ല. ആരാധിക്കണമെങ്കിൽ അത് ഗ്രഹിക്കണം മനുഷ്യൻ, അല്ലേ? ദൈവത്തെ ഉള്ളിൽ നിന്ന് കാണാം. എല്ലാവർക്കും എനിക്കും സ്വയമേയാണ് സംഭവിച്ചത്. ഞാൻ ഒരിക്കലും നാഗത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയതല്ല, അല്ലേ? നാഗത്തെ ഞാൻ തൊഴണമെന്ന് പറഞ്ഞല്ലേ നാഗത്തിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് പോയതല്ല. എൻ്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചൊരു ഭക്തിയാണ്, എൻ്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചൊരു എൻലൈറ്റ്മെന്റ് സ്റ്റേജാണത്. അപ്പൊ എൻ്റെ ഉള്ളിൽ അന്ന് സംഭവിച്ചൊരു ശക്തിയുണ്ട്, എൻ്റെ ഉള്ളിൽ സംഭവിച്ച അന്നുണ്ടായ ഒരു ആനന്ദമുണ്ട്, ആ സ്നേഹമുണ്ട്. ഏത് പ്രായത്തിലാണ് അങ്ങനെ അനുഭവം ഉണ്ടായത്? ആ ശക്തി, ആ നാഗത്തിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ശക്തി നമുക്ക് ആ ഒരു നാഗ എനർജി ഫീൽ ചെയ്ത്? ഇപ്പം എന്തായാലും മാം ചോദിച്ചത് നല്ല സമയമാണ്. ഇപ്പം പൂർണ്ണാംഗലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരെ ഇതിന്റെ ഒരു ചെറിയ രീതിയിൽ അവർ അന്നത്തെ ദിവസം എഴുതി സാധന അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡിസംബർ 17-ാം തീയതിയാണ്, 1 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ആ ഒരു ദർശനത്തിന്റെ രീതിയിലേക്ക് പോയിട്ട് ക്ലിയറായി. അതിന്റെ ഒരു ഇത് ആദിശങ്കരന്റെ കാൽപാദത്തിന്റെ അവിടെ വെച്ച് അവരെ കൊണ്ടെല്ലാം സാധനയും ചെയ്യിപ്പിച്ചു. പൂർണ്ണാംഗലുള്ളവരെയൊക്കെ കാണുന്നുണ്ടായിരിക്കുമേ. അത് നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെയും. അപ്പം അന്ന് എൻ്റെ ഉള്ളിൽ സംഭവിച്ച സ്വയമേ സംഭവിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ സംഭവിച്ച ഒരു സന്തോഷവും ആനന്ദവും, അതിനുപരി തന്നെ നമ്മളൊരു കൂട്ടല്ലേ നമുക്ക് എപ്പോഴും അങ്ങനെ ആണല്ലോ. ഉള്ളിൽ നമ്മൾ ഭഗവാനെ അറിയുന്ന സമയം നമുക്കുണ്ടാകുന്ന അനുഭവം വേറൊന്നാണ്. അപ്പം അതിനെ മറ്റുള്ളവരിലേക്കും ഞാൻ പകരുന്നുണ്ട്. അത് എന്നിൽ മാത്രമല്ല, എന്ന് വെച്ചാൽ എൻലൈറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു നാഗശക്തി അല്ലെ നാഗാരാധന മറ്റുള്ളവരും ഗ്രഹിച്ച് അവരും അനുഭവിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് കുറച്ച് മിസ്ട്രിക്കലായിട്ടുള്ള വശങ്ങളും നാഗങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാണ് തന്ത്ര. ഒരു ഗുരു എന്ന് പറയുന്ന എപ്പോഴും ഒരു താന്ത്രികനാണ്, അല്ലേ? അതിൽ ഒരു രീതിയിലുള്ള പല രീതിയിൽ അവരെ അനുഭവിപ്പിക്കാനായിട്ടുള്ള ഒരു രീതിയിലുള്ള തന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. അതിനെ മാന്ത്രികം താന്ത്രികം എന്തും നമുക്ക് വിളിക്കാം. പക്ഷെ നമ്മുടെ ഒരു രീതിയിൽ അവരെ അനുഭവിപ്പിക്കാൻ പറ്റും. അതിപ്പം നമ്മുടെയൊക്കെ അനന്തനാഗസ്വാമി സാധനയുടെ എക്സ്പീരിയൻസ് ആണ്, ആൾക്കാരുടെ അനുഭവം ഉണ്ടല്ലോ. അനുഭവ സമ്പത്തിലൂടെ അവരെ അനുഭവിച്ചറിയുന്നതാണ്. നമ്മളത് കൊടുക്കുന്നുണ്ട്, പകരുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ജന്മലക്ഷ്യം പൂർത്തീകരിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ മനുഷ്യൻ പല രീതിയിലും പല അവസ്ഥകളിലായിരിക്കും ഓരോ സമയങ്ങളിലും. ചില ആൾക്കാർ ജീവിതത്തിൻ്റെ ഒരു തരത്തിലുള്ള കുറേ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും.
കുറേ ആൾക്കാർ പല അഡിഷൻസിലും നടക്കുകയായിരിക്കും. ബ്രാഹ്മിയിലൊക്കെ വന്ന് മാമിനോട് തന്നെയാണ് ആദ്യം കടപ്പാടുണ്ട്. ആദ്യത്തെ നമ്മുടെ വ്ലോഗിൽ തന്നെ വന്ന് എത്രയോ ആൾക്കാരാണെന്നറിയാം മദ്യപാനം നിർത്തിയത്. ഇന്നും നമ്മുടെ ഇതിൽ അനന്താസ്വാമി അറ്റൻഡ് ചെയ്തില്ല ഒരാൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തി അഡിഷൻ നിർത്തിയത്. എത്ര വലിയ വലിയ അഡിഷൻസ് ആണ് നിർത്തിയിരിക്കുന്നത്, അതും വലിയ കാര്യമാണ്. അത് ആദ്യം നമ്മുടെ ഇവിടുത്തെ ആ വ്ലോഗ് കഴിഞ്ഞ് സർപ്പ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയ ആൾക്കാരിൽ പോലും മദ്യപാനത്തിന്റെ ഒരു വലിയൊരു കുറവ് കണ്ടിട്ടുണ്ട്. വെച്ചാൽ അവരുടെ ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് പല രീതിയിലും. പല അഡിഷൻസ് നിന്ന് പോകുന്നത്, അതുപോലെ തന്നെ പല രീതിയിലും ബന്ധങ്ങളിലുണ്ടാകുന്ന തകരാറിൽ നിന്ന് ഒരു തിരിച്ചു വന്നാൽ പോലും എങ്ങനെ നിൽക്കണം എന്നുള്ളൊരു രീതി അറിയുന്നത്. ബന്ധങ്ങൾ ചില രീതിയിൽ ആകർഷിക്കാനായിട്ടുള്ള രീതിയിലൊക്കെയാണല്ലോ വരുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന വിഷമം കൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും വരണമെന്ന് പറയുന്നത്. പക്ഷെ വേറൊരു തലത്തിലേക്ക് വരുന്ന അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനസിക ഘടനയുള്ളത്, ആ രീതിയിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പല രീതിയിലും ഇറങ്ങിത്തിരിക്കുന്ന സമയം കുറേ ഭയപ്പാടുണ്ട്. ആര് തരും, ആര് പൈസ തരും, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെല്ലാം ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ, അല്ലേ? അപ്പം നമുക്കൊരു നയനം അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടിയാൽ അവിടെ വിജയം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റ്യൂഷൻ പ്രകാരമായിട്ട്, ആ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയാണ്. അതിനനുസരിച്ചുള്ള തീരുമാനം എടുത്തു പോയാലാണ് എത്ര വലിയ മാനിഫെസ്റ്റേഷൻ സംഭവിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പോകാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ അനന്തനാഗസ്വാമി സാധന. നമ്മൾ പൂജ ചെയ്യും. നമ്മൾ അനന്തനാഗസ്വാമിയുടെ മണ്ഡപത്തിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട്. അതൊരു തരത്തിലെ സർപ്പബലിയാണ്. സർപ്പബലിയുടെയും ആയില്യം പൂജയുടെയൊക്കെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പൂർവികപരമായിട്ട് നാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. മാം ആദ്യം ചോദിച്ച പോലെ അവരെ ആരാധിച്ചു പിന്നെ വിട്ടു, അതൊക്കെ കർമ്മഫലം കൊണ്ട് തന്നെ വിട്ടു പോകുന്നതാണ്. കർമ്മമാണല്ലോ അവരിൽ നിന്ന് അകറ്റുന്നത്. അപ്പം കർമ്മം മോശം കിട്ടുവാനും വീണ്ടും ആത്മീയതയിലേക്ക് തിരിച്ചു വരുവാനും ആ ഒരു ദോഷത്തിൽ നിന്നുള്ള ഒരു തടസ്സം മാറി കിട്ടുവാനായിട്ടാണ് പൂജ. പൂജ എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലേ? ഒരു ഡിവൈൻ്റെ എന്ന് വെച്ചാൽ പൂജയിൽ നമുക്ക് ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ്. പൂജ എന്ന് വെച്ചാൽ നമ്മൾ പൂജ ചെയ്യുന്നു, ആ ഡിവൈൻ്റെ ആ ഒരു ശക്തിയാണ് നമ്മളിലേക്ക് ആ ബലപ്രാപ്തിയിലേക്ക് വരുന്നത്. സാധന എന്ന് പറയുമ്പം നമ്മൾ ഒരു പാതയിലാണ്, ആത്മീയ പാതയിൽ അല്ലെ ആത്മീയ തലങ്ങളെ ഉയർന്ന തലത്തിൽ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് കർമ്മമോശം പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ടുള്ള ഒരു രീതിയാണ് സാധന എന്ന് പറയുന്നത്. വെച്ചാൽ സാധന അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എത്തുന്ന വെച്ചാൽ നമ്മളെല്ലാം കൊണ്ടും നമ്മൾ സ്പിരിച്വൽ ആവുകയാണ്, അല്ല? ഞാൻ സ്പിരിറ്റാന്നുള്ള ബോധം, ഞാനാണെന്നും ഞാൻ ആനന്ദമാണെന്നും ഞാൻ ശാന്തിയാണെന്നും ഞാൻ സ്നേഹമാണെന്നും സൃഷ്ടിയും ഞാനും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മളുള്ളിൽ ഉണ്ടാവുന്നത്. തിരിച്ചറിവിനെ കൊണ്ടുള്ളത് ഗ്രഹിക്കണം, ഗ്രഹിച്ചാൽ മാത്രമേ അത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരു അവസരമാണ് അനന്തനാഗസ്വാമി സാധന എന്ന് പറയുന്നത് എല്ലാവർക്കും. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സർപ്പദോഷമുള്ളവരെ കാണാം. അപ്പം മറ്റ് വിദേശത്തുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും ആരാധിച്ചിരുന്നത് കൊണ്ടും വിശ്വാസം ഉള്ളത് കൊണ്ടും ഒക്കെ നമുക്ക് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് സർപ്പശാപം ഉള്ളവരുണ്ട്. അവരോട് പലപ്പോഴും ഉണ്ട്, അത് നിങ്ങളത് സർപ്പശാപം മാറ്റണമെന്ന് പറയുമ്പോൾ അത് ഞാൻ എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ വഴിപാട് കൊടുക്കാറുണ്ട്, നൂറുംപാലും കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മഞ്ഞൾ കൊടുക്കാറുണ്ട്, അല്ല ആയില്യത്തിന് പൂജ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയണ്ട, അല്ലെ സർപ്പബലി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അപ്പം പറയും മണ്ണാർശാല പോകണോ അല്ലെങ്കിൽ അനന്തങ്കാട് പോകണോ, ഒരുപാട് പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ടതായിട്ട് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഈ ഓരോ ക്ഷേത്രങ്ങളിലുള്ള നാഗങ്ങളെന്ന് പറയുന്നത് ഓരോ ശക്തിയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ള നാഗശക്തിയല്ല മറ്റൊരു ക്ഷേത്രത്തിലുള്ളത്. അപ്പം അവിടെ എല്ലാം ആരാധിക്കുന്ന വ്യത്യാസം കൊണ്ടും നാഗങ്ങളുടെ ആ എനർജി എന്ന് പറയുന്നത് ആ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അല്ലേ? പൂജാ വിധികളും രീതികളും താന്ത്രിക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം വ്യത്യാസം ഉള്ളത്. ഇപ്പം മനുഷ്യരെന്ന് പറയുന്നത് എല്ലാവരും മനുഷ്യരാണ്, പക്ഷെ ഓരോ മനുഷ്യനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഞാനല്ല ആദ്യമല്ല അലക്സ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എല്ലാവരും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നാഗങ്ങളും. അവരുടെ ലോകം എന്ന് പറയുന്ന ഒരു വ്യത്യസ്ത ലോകമാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെ ഇനി അവർക്ക് അറിയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സർപ്പശാപം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയോ, അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ പോയാൽ മാത്രമേ അവർക്ക് മാറ്റം വരികയുള്ളൂ? അവരെന്താണ് ചെയ്യേണ്ടത്? നല്ലൊരു ചോദ്യമാണ് മാം ഇത് തിരിച്ചും. എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സർപ്പദോഷത്തിന് വേണ്ടി അതിൻ്റെ പ്രതിവിധി തേടി പോകുന്നവരുണ്ട്. അപ്പം ചിലപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരാൾക്ക് മണ്ണാർശാല വരെ പോകുമെന്ന് പറയുമ്പം അടുത്ത ക്ഷേത്രങ്ങളുണ്ടല്ലോ, എന്നാൽ പോലും ചില ജ്യോതിഷം നോക്കിയിട്ട് ജ്യോതിഷത്തിലുള്ള ആൾക്കാർ പറയും അവിടെ പോയി തന്നെ വഴിപാട് ചെയ്യൂ, അതെല്ലാം അതിനുള്ളൊരു പ്രതിവിധിയുള്ളതെന്ന് പറയും. ഇതിനൊക്കെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മണ്ണാർശാല പോലെയൊക്കെയുള്ള ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സമർപ്പണമാണ്. ഉയർന്ന തലത്തിൽ നമ്മൾ ധ്യാനത്തിലൂടെ നാഗരാജാവിനെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് വരദാനം നേടുകയാണ്. അപ്പം അവർ കൊടുക്കുന്നൊരു വാക്കുണ്ട്, ഞാനും എൻ്റെ തലമുറയും
പോറ്റിക്കോളാം സർപ്പങ്ങളെ എന്ന്. പോറ്റിക്കോളാം എന്ന് പറയുമ്പം നമുക്കൊരു അമ്മ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കുന്നുണ്ടല്ലോ, അപ്പം അത് സാധന എന്ന് പറയുന്നത് നമ്മുടെ ഒരു 10 മാസം ചുമക്കുന്ന സാധനയുടെ കഠിനത പോലെ ഇരിക്കും, എന്ന് വെച്ചാൽ പ്രീതിപ്പെടുന്ന പോലെ ഇരിക്കും. അതിനുശേഷം സർപ്പദൈവങ്ങളുടെ നാഥനായ അദ്ദേഹം വന്ന് വരദാനം ചൊരിയുകയാണ്. ഇപ്പം മണ്ണാശാലയുടെ കഥയുണ്ട് പല രീതിയിലും, കഥയെക്കാട്ടിലുപരി നമുക്കത് യോഗയുടെ രീതിയിൽ അതിനെ ഒന്ന് വിലയിരുത്താം. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ ഹയസ്റ്റ് മാനിഫെസ്റ്റേഷനായിട്ട് സർപ്പദൈവങ്ങളുടെ അവിടെ പ്രത്യക്ഷമാകും. അവർ പോറ്റാന്ന് വാക്ക് കൊടുക്കുകയാണ്. അപ്പം ഒരു രീതിയിൽ മനുഷ്യൻ എന്തിനാണ് നാഗങ്ങളെ ആരാധിക്കുന്നത്? ഒരു രീതിയിൽ അവൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, എന്ന് വെച്ചാൽ ദേവന് തുല്യമാവാനായിട്ടാണ്, അല്ലേ, ഞാനെന്നുള്ള ശിവനുമായിട്ട് ഞാനെന്നുള്ള ബോധവുമായിട്ട് എത്താനായിട്ടാണ്. അപ്പം നാഗാരാധന ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ ആ ഒരു രീതിയിൽ ഉയർന്ന തലത്തിൽ തന്നെ നാഗം പ്രത്യക്ഷമായ സ്ഥലത്ത് സർപ്പങ്ങളിൽ പല രീതിയിലാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രങ്ങളിൽ മാം പറഞ്ഞതുപോലെ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ക്ഷേത്രത്തിലുള്ള ചിലപ്പോൾ കാർക്കോടകനായിരിക്കും, അല്ലെങ്കിൽ മണിനാഗമായിരിക്കും, അല്ലെങ്കിൽ കരിനാഗം. ഇന്ന് കേരളത്തിലുള്ളവർക്ക് കുറച്ചുകൂടും മണിനാഗം കരിനാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ചിലപ്പോൾ തക്ഷകൻ, അതുപോലെ കാർക്കോടം എന്നൊക്കെ പറഞ്ഞാൽ റിലേറ്റഡ് ആവില്ല. ഇത് യോഗയിലെ നാഗവും നമ്മുടെ ഇവിടുത്തെ നാഗാരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട് കുറേ. യോഗയിൽ 12 നാഗശക്തികളാണ്. നമ്മുടെ 72 നാഡികളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന 12 നാഗശക്തികളായിട്ടാണ് യോഗയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം പക്ഷെ നമ്മുടെ ഇവിടുത്തെ നാഗാരാധനയിൽ ഇതൊരു സർപ്പ ആരാധന നടന്ന ഭൂമി എന്നിട്ട് പല രീതിയിലും 9 അഷ്ടനാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാവുകളിലുള്ള നാഗങ്ങൾ വെച്ചാൽ അവിടെ എന്തായാലും നാഗങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഇപ്പം ഒരു വീട്ടിലിപ്പം ചിലപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കണമെന്നില്ല, അല്ലേ, അവിടെ വേറെ ആൾക്കാർ താമസിക്കും, എനിക്കിഷ്ടമുള്ള സ്ഥലമുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ രീതിയാണ്. അപ്പോൾ അവരവരുടെ പർപ്പസിനനുസരിച്ച് അവർ വസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു നാഗരാജാവ് അവിടെ ഒരു സ്ഥിരപ്രാപ്തി കൊണ്ടുവന്നാൽ അദ്ദേഹം പറയുകയാണ് സർപ്പങ്ങൾക്കെല്ലാം വസിക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളത്. ഇത് അതിന് പറ്റിയൊരു മണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ണാർശാല പോലെ ആവും. അവിടെ സർപ്പങ്ങൾക്കെല്ലാം വസിക്കാം, എല്ലാ സർപ്പങ്ങൾക്കും അവിടെ വന്ന് നിൽക്കാം. എന്നുവെച്ചാൽ നമ്മളെക്കാട്ടിലുപരി നമ്മുടെ പൂർവികർ കാണുന്നുണ്ട് മനുഷ്യൻ്റെ ഒരു കലികാലത്തിലുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സർപ്പക്കാവുകളും സർപ്പാരാധനയും എല്ലാം വേറൊരു തലത്തിലേക്ക് മാറുമെന്നും ഇങ്ങനെയുള്ള മണ്ണുകളുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും അവിടെ വസിക്കുവാനും വീണ്ടും നാഗാരാധന വരുന്ന സമയം ഈ നാഗങ്ങൾക്കൊക്കെ പലയിടത്തും വസിക്കുവാനുമായിട്ടുള്ള അവസരം കൂടിയാണല്ലോ പല രീതിയിലും. അപ്പം അങ്ങനെയുള്ളൊരു മണ്ണിൽ പോയിട്ട് ഇരിക്കുമ്പോൾ പല സർപ്പങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ കുലത്തിലുള്ള നാഗങ്ങളായിരിക്കില്ല ഈ തിരുവനന്തപുരത്തുള്ളൊരു സർപ്പക്ഷേത്രത്തിൽ. അപ്പം നമ്മളുമായിട്ട് ഒരിക്കലും റിലേറ്റഡ് ആവാൻ പറ്റില്ല. അപ്പം നമ്മൾ പോയിട്ട് ഇവിടെ ഉള്ളൊരു അടുത്തുള്ള ട്രിവാൻഡ്രത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ പൂർവികപരമായിട്ടുള്ള ദോഷം മാറണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എന്ന് വെച്ചാൽ ആ നാഗം ബന്ധപ്പെട്ട് കിടക്കുന്നത് വേറെ ശക്തികളുമായിട്ടാണ്. അവർക്ക് നമ്മളിലേക്ക് ഊർജം പകരാൻ സാധിക്കും, പക്ഷെ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിനൊരു പ്രോപ്പറായിട്ട് അന്നെങ്കിൽ നമ്മൾ സാധന ചെയ്ത് നമ്മളെ ഉയർന്ന തലത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നില്ല. ഒരിക്കലും സർപ്പ ദൈവങ്ങളെ സർപ്പ ആരാധനയെ നമുക്ക് വിലയിരുത്തേണ്ടത് ഇങ്ങനെയുള്ള അതിനുള്ള കറക്റ്റായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് മണ്ണാർശാലയിൽ പോകാൻ പറയുന്നത്. അവിടെ എല്ലാ രീതിയിലുള്ള സർപ്പങ്ങളും ഉണ്ട്. സർപ്പങ്ങൾ എല്ലാ ആ കാവിലെ എല്ലാ സർപ്പങ്ങളും ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടെ ഏറ്റവും വലിയ സർപ്പ യക്ഷിയമ്മ എന്ന് പറയുന്നൊരു രീതിയുണ്ട്. സർപ്പ യക്ഷിയമ്മയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സർപ്പ യക്ഷിയമ്മയുടെ കൂടെ തന്നെ ഏകദേശം 5 അഷ്ടനാഗങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. ദേവിയുടെ ഒരു മക്കളാണ് അവര്. അപ്പം ആ രീതിയിൽ ചെല്ലുന്ന സമയം നാഗത്തിൽ നിന്നുള്ള ഒരു രീതിയിലുള്ള ദോഷങ്ങൾ പലതും നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ടാണ് പല രീതിയിലും ഉരുളി കമത്തുന്ന ചടങ്ങ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇടനാടിയായിട്ട് ഒരു അമ്മയ്ക്ക് ഗർഭപാത്രമായിട്ട് ബന്ധമില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടി എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്നതല്ല. ഒരു ആത്മാവ് വന്ന ഗർഭപാത്രത്തിലേക്ക് ജന്മം സ്വീകരിക്കില്ല. അപ്പോൾ നാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഇൻഫിനിറ്റിയാണ്. കണ്ടിട്ടില്ല, ഇങ്ങനെ ചുറ്റിക്കിടക്കുവാണ്. ഇത് തന്നെയാണ് നമ്മുടെ സൃഷ്ടിയുടെ അടിസ്ഥാനവും. അപ്പോൾ അനന്തൻ എന്ന് പറയുന്നത് ഇതാണ്. അനന്തനിൽ ശേഷവുമുണ്ട്, കാലവുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ മനുഷ്യ ഊർജമായിട്ട് ബന്ധമുള്ളതാണ്. നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ഉള്ളത്, ഇപ്പം നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഉഗ്രരൂപിയായ സർപ്പത്തെ കാണുന്നു, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്ന പോലെ നാഗങ്ങൾ താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സർപ്പത്തെ നമ്മുടെ പറമ്പിലോ വീട്ടിലോ എവിടെയെങ്കിലും വെച്ച് കാണുന്നതായിട്ടോ അല്ലെങ്കിൽ കൊല്ലുന്നതായിട്ടോ അല്ലെങ്കിൽ ചിലപ്പം നല്ലതായിട്ടും ഒക്കെ കാണാം. നമ്മൾ ഭയപ്പെടുത്തുന്നതായിട്ടും കാണാം, അല്ലാതെയും കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നങ്ങളിൽ വരുന്ന നാഗങ്ങൾ അതെന്താണ് കാണിക്കുന്നത്? മാം, ഇത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഹ്മിയിലേക്ക് വരുന്നത് അവർ സർപ്പത്തെ സ്വപ്നം കണ്ട ടൈമിലാണ് അവർ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം ഒരു സർപ്പക്ഷേത്രത്തിൽ പോയി പെട്ടെന്നാണ് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയെന്നൊക്കെ.
ഉദാഹരണം പറഞ്ഞാൽ ഇതിന് എൻ്റെ ഒരു ജീവിതം തന്നെ കണക്ട് ചെയ്യാം. ഞാൻ ഒരിക്കലും നാഗ എനർജി, ഇപ്പം നാഗത്തെ ഒരു ദർശനം ആദ്യമായിട്ട് അനന്തൻ്റെ ദർശനത്തിന് മുൻപേ തന്നെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ധ്യാനത്തിന് ഇരുന്നായിരുന്നു. അവിടെ ദേവിയുടെ നടയുണ്ട്, ഭഗവതിയുടെ ഒരു ശ്രീചക്രം വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ ധ്യാനത്തിനിരുന്നായിരുന്നു. ധ്യാനത്തിനിരുന്ന സമയം ഞാൻ ധ്യാനത്തിലൂടെ കാണുകയാണ്. ആ സമയത്ത് ഞാൻ എവിടെയോ ഇരുന്നിട്ട് അത് കാണുന്ന സ്ഥലം എനിക്ക് വ്യക്തതയുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഭിത്തി ഭയങ്കര ഓർമ്മയാണ്. എൻ്റെ വീടിൻ്റെ പെരമണ്ട തന്നെയാണ്. അതിൻ്റെ മുകളിലിരുന്നുകൊണ്ട് ഞാൻ മഞ്ഞളെടുത്തിട്ട് ആ ഭിത്തിയിലെല്ലാം ഇങ്ങനെ തേക്കുക, സർപ്പത്തിനെ ഇങ്ങനെ തേക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മഞ്ഞളൊക്കെ ഇതായി. അതിനുശേഷം ഞാൻ പിന്നെ ആ സ്വപ്നം, അതൊരു ഇതാണല്ലോ, ദർശനമാണല്ലോ. അതിനുശേഷം ഒരു കറുത്ത കാക്ക വന്നിട്ട് ഒരു പാത്രം പൊക്കാൻ നോക്കുവാണ്, കോപ്പറിൻ്റെ ഒരു വലിയ ചെമ്പിൻ്റെ പാത്രം പൊക്കുവാണ്. ഈ കാക്ക കുറേ കിടന്ന് പൊക്കുന്നുണ്ട്. പൊക്കിയിട്ട് ഈ കാക്ക പൊങ്ങുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ കാക്ക അത് താഴോട്ട് വീഴുകയും അവിടെ പൊട്ടിയിട്ട് അവിടെ മൊത്തം ഒരു മഞ്ഞ നിറം അങ്ങ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചെവിയിൽ കേൾക്കുവാണ് അൾട്ടിമേറ്റ് എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാനിത് കാണുവാണ്. ഇത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുപരി ഞാൻ അനുഭവിക്കുകയാണ്, എന്തൊക്കെയോ ഞാൻ അനുഭവിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും ഒരു ഇതില്ല. അതിനൊക്കെ ശേഷം ഒരു 1.5 മാസത്തിൻ്റെ ഇടയിലായിരുന്നു അനന്തൻ്റെ ദർശനവും നാഗ ആരാധനയിലേക്ക് ഇറങ്ങുകയും ഇന്ന് നിങ്ങളുടെ മുന്നിൽ അനന്തനാഗസ്വാമി സാധന ചെയ്യിക്കുകയും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് എനിക്കുണ്ടായൊരു ഇതാണ്, വരുന്നതിൻ്റെ മുൻപുള്ള സൂചനയായിരുന്നു അത്. സർപ്പം എന്ന് വെച്ചാൽ കാക്കയും നാഗം റിലേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുപരി ഉയർന്നു കഴിഞ്ഞാൽ ഈ കാക്കയും മൂങ്ങയൊക്കെ നമുക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടല്ലേ ബലിയിട്ടിട്ട് ബലിക്കാക്ക വരണം, എന്നാൽ മാത്രമേ പിതൃക്കൾ സ്വീകരിച്ചുള്ളൂ എന്ന് പറയുന്നത്. കാക്ക ഭയങ്കര റിലേറ്റഡ് ആണ് സ്പിരിച്വലി. അപ്പോൾ ഈ കാക്കയെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും അനന്തനാഗ മണ്ഡപത്തിൽ നാഗസാധന ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ വെച്ചാൽ അവിടുത്തെ ക്രിയകൾ ചെയ്തതിന് ശേഷം അവിടെ കാക്കകൾ വന്നിരിക്കും. അവിടെ കറുത്ത കാക്ക അത് സ്പിരിച്വൽ കാക്കകളാണത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ ആ സമയത്ത് ഒരു ഇതുണ്ട്. വെച്ചാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കുപരി നമ്മൾ പ്രത്യാഹാരം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആ പ്രത്യാഹാരയിൽ ഇരിക്കുന്ന ടൈമിൽ ഈ കാക്കയ്ക്ക് നമ്മളിലേക്ക് ആ റിലേഷൻ വരത്തുള്ളൂ. അതുകൊണ്ടല്ലേ 14 ദിവസം അല്ലെ 16 ദിവസം വ്രതം എന്ന് വെച്ചാൽ ആ ഒരു ഡെയിലി കർമ്മത്തിന് വേണ്ടി നമ്മൾ വ്രതം നോക്കി പുതിർക്കൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാണനെ എവിടെയെങ്കിലും ലയനം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സൂചനയായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ഈ സ്വപ്നത്തിൽ സർപ്പത്തെ കാണുന്നതിൻ്റെ ഉള്ള ഒന്നാമത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രങ്ങൾ ഉണരാനായിട്ടുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ സുഷ്മയിൽ നിന്ന് നിങ്ങളുടെ വിശുദ്ധി വരെ നിങ്ങൾക്ക് ഉണർവിനുള്ള ടൈമായിരിക്കും. എന്ന് വെച്ചാൽ ഈ ജന്മം ഇവിടെ കിടന്ന് ഈ ചക്രത്തിൽ തന്നെ തുടരുന്ന ആത്മാക്കൾക്ക് എപ്പോഴും അവർ അനാഹത വരെ പോത്തുള്ളൂ. വിശുദ്ധിയും ടച്ച് ചെയ്യുന്നില്ല, ആജ്ഞയും ടച്ച് ചെയ്യുന്നില്ല, സഹസാരം ടച്ച് ചെയ്യുന്നില്ല. അതൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ ഇപ്പോൾ ലയനം സംഭവിക്കുകയാണ്. അതേസമയം ഈ ഒരു ചക്രങ്ങളിൽ മാത്രം പൂർണ്ണ ഊർജ്ജം കെട്ടിക്കിടക്കുന്ന ആത്മാക്കൾക്ക് 3.5 ചക്രങ്ങളിൽ കിടക്കുന്ന സോഡുകളെ സംബന്ധിച്ച് നോക്കും, അവർ പിന്നെയും ചക്രങ്ങളിൽ തന്നെ പൊക്കണം. കർമ്മം ഇങ്ങനെയാണല്ലോ ചുറ്റിക്കിടക്കുന്നത്. മൂലാധാരയിൽ വന്നൊരു ആത്മാവ് പ്രവേശിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. അപ്പം അതിനുപരി തന്നെ സർപ്പങ്ങളല്ലേ, പാമ്പുകൾ കുറേ ഇങ്ങനെ വരുന്നു, സർപ്പങ്ങളെ പ്രത്യക്ഷമായി കാണുന്നു, പുറ്റുകൾ കാണുന്നു, അപ്രത്യക്ഷമായി പുറ്റുകൾ കാണുമ്പോൾ എന്തോ ഒരു ആത്മീയ സ്പന്ദനം ഉണ്ടാകുന്നു. ഇതൊക്കെ നിങ്ങൾ സ്പിരിച്വലി എൻലൈറ്റ്മെൻറ്റഡ് ആവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങൾ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ചക്രങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എൻലൈറ്റഡ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം എൻലൈറ്റ്മെൻറ്റഡ് ആയിട്ടും നാഗങ്ങളായിട്ടും സർപ്പങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുകയാണ്. ചിലൊരു കർമ്മമോക്ഷത്തിൻ്റെ സമയമാണ് നമ്മുടെ. അതിനുള്ള ടൈമിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഭയപ്പെടുത്തുന്ന രീതിയിൽ വന്നാലും അങ്ങനെ തന്നെയാണോ? ഭയം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, നമ്മളത് കാണുന്നത് എപ്പോഴും ഒരു സ്പിരിച്വലി ഉള്ള സൈനാണ്. അപ്പോൾ നാഗങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളത് കാണുന്നുണ്ടല്ലേ. ആത്മാവ് എപ്പോഴും ഉറക്കത്തിൽ പോലും ഒരു സമാധി നടക്കുന്നുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് ഒരു രീതിയിൽ നമ്മളൊരു ആഴമൊരു ധ്യാനമാണ് ശരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ, നമ്മൾ ആ ഒരു ദൈവിക ശക്തിയുടെ നമ്മുടെ ഉള്ളിലെ ആത്മാവായിട്ട് ലയനം സംഭവിക്കുന്നുണ്ട്. ആ ലയനത്തിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഭയപ്പാടും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സ്വപ്നം നമ്മൾ തന്നെ വേറെ രീതിയിലേക്ക് ആക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നാഗം കൊത്തുന്നതായിട്ടായിരിക്കും കാണുന്നത്. കൊത്തുന്നത് എന്താണ് അല്ലേ? ഇപ്പോൾ ഉയർന്ന തരത്തിൽ യോഗികളെ വെനം കുടിച്ചിട്ടാണ് ധ്യാനത്തിൻ്റെ ആഴമേറിയ അവസ്ഥയിൽ പോകുന്നത്. അപ്പം ഒരു വിഷമുള്ള ജീവി പോലും ദൈവിക ശക്തികളാണ്. അപ്പം നമ്മുടെ ധാരണ തെറ്റിദ്ധരിക്കൽ. നിങ്ങൾക്ക് ദോഷമുള്ളതുകൊണ്ടല്ല നാഗം സ്വപ്നത്തിൽ വരുന്നത്, നിങ്ങൾക്കതൊരു ഉയർന്ന തലമായതുകൊണ്ട്. ദോഷം വരുന്ന സമയം നിങ്ങൾ സ്വപ്നമായിരിക്കില്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് അതിനെക്കാട്ടിലുപരി നിങ്ങൾക്ക് വേറൊരു മാനസിക അവസ്ഥയിലായിരിക്കും നിങ്ങളല്ലേ. ഇതുപോലുള്ള ഉയർന്ന തരത്തിലുള്ള ശക്തികളൊന്നും നിങ്ങളെടുക്ക വരില്ല. നാഗം, കാക്ക ഇങ്ങനെയുള്ളതൊന്നും വരില്ല. അതുപോലെ തന്നെ കാള, ഈ നന്ദി അല്ലേ, പശു, ഇതൊന്നും ഉയർന്ന തരത്തിലുള്ള നിങ്ങളുടെ
നിങ്ങളുടെ ജന്മ ഉദ്ദേശമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സമയത്തൊന്നും മൃഗങ്ങൾ അങ്ങനെ കയറി വരില്ല. ഇത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ പോകുന്നതിനായിട്ടാണ് ഇത് കയറി വരുന്നത്. ഇപ്പം ബ്രാഹ്മിയിൽ നാഗ മെഡിറ്റേഷനും പിന്നെ അനന്ത സ്വാമി സാധന അല്ലെ, സർപ്പ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നാഗം ഉണ്ടെന്നല്ലോ. അപ്പം സാധന ചെയ്യുമ്പോൾ ഈ നാഗം ഉണരുകയും എനർജി ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ശരിക്കും അത് അനുഭവിക്കാൻ സാധിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്നു പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നമുക്ക് അനുഭവ തലത്തിലേക്ക് വരുന്നത്? ഇപ്പൊ നമ്മുടെ അനന്തനാഗസ്വാമി സാധനയിലേക്ക് ലൈവ് വന്നിരിക്കുമ്പോൾ ആ ദിവസം തന്നെയാണ് അനുഭവിച്ചറിയുന്നത്. നമ്മുടെ സാധനയുടെ എക്സ്പീരിയൻസ്, അനന്തനാഗസ്വാമി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഈ ചാനലിൻ്റെ വ്ളോഗിൻ്റെ അതിൽ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി കണ്ടോട്ടെ അവരുടെ ഒരു റിവ്യൂ. അതിനുപരി തന്നെ ഞാൻ ജസ്റ്റ് സ്പിരിച്വലി സാധനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണല്ലോ, സ്പിരിച്വലി ഒരു ഉയർന്നിരിക്കുന്ന ഒരാളും കൂടിയാണല്ലോ ഞാൻ. ഒന്ന് ജസ്റ്റ് ഒരു കൈ ഒന്ന് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അനന്തനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനുഭവിക്കാം, ആ ഒരു പ്രസൻസ് നമ്മുടെ പ്രേക്ഷകരുടെ ഭൂമി തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ ഇരുവിരിയങ്ങളുടെ നടുവശത്തായിട്ട് ശ്രദ്ധ കൊടുക്കുക, നട്ടലൊന്ന് നൂത്ത് വെക്കുക, ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. മാമിൻ്റെ മൂലാധാര ചക്രയിൽ ഒരു നാഗം വട്ടത്തിൽ ചുറ്റുന്നതായിട്ട് മാം ഒന്ന് വിഷ്വൽ ചെയ്യുക. ഒരു വൃക്ഷത്തിൻ്റെ മുകളിലോട്ട് സർപ്പം എഴഞ്ഞു കയറുന്നതായിട്ടൊന്ന് വിഷ്വൽ ചെയ്യുക മാം. കാലന ജനാതി തവ ജനന കാലന ജനാതി തവ സമ ദൃഷ്ട്യാ മയാ തവ മഹാകാര യോഗേശ്വര കാലകാല യോഗേശ്വര കാലകാല. എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വേറൊരു ഫീലാണ്. സർപ്പ അതൊരു ഞാൻ പറയട്ടെ, സർപ്പ ആരാധനയുടെ രീതി എന്ന് പറയുന്നപ്പോഴും അനുഭവമാണ്. നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന മാനിഫെസ്റ്റേഷനാണ് സർപ്പം എന്ന് പറയുന്നത്, അല്ലേ? കുണ്ടലിനി ശക്തി. ഇതെല്ലാവർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും. ഞാൻ ഇന്നും പറയുന്നു, മാക്സിമം എല്ലാവരും അനുഭവിച്ചറിയുക നാഗ എനർജി. ജീവിതം സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും എല്ലാം കൊണ്ടും എല്ലാത്തിനും ഉപരി തന്നെ ജീവിതം വേറൊരു മാനത്തിലേക്ക് കൂടിയാണ് തുറക്കപ്പെടുന്നത്. അല്ല, ഇതൊരു നാഗ എനർജി ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഇതെനിക്കൊരു മനുഷ്യരാശിക്കുള്ള ഒരു രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ലോകമെമ്പാടും നാഗ ആരാധനയുടെ പ്രാധാന്യം, നാഗസാധനയുടെ പ്രാധാന്യം ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. ചിലവർക്ക് നാഗാരാധനയിൽ അവർക്ക് സമർപ്പണമായിരിക്കും വരുന്നത്, അല്ലേ? അവരാരാധിച്ചും ആ രീതിയിലുള്ള രീതിയിൽ പോകും ഒരു സമർപ്പണത്തോടുകൂടി. രണ്ടെന്ന് വെച്ചാൽ സാധന ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കർമ്മമോക്ഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ധ്യാനം സംഭവിക്കാത്ത ആൾക്കാരുണ്ട്, അല്ല? ധ്യാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പൂർവികരെ കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ജന്മജന്മാന്തരമായി. ഒരു ഇതുപോലുള്ള ഇപ്പം നമ്മളെപ്പോലുള്ള എന്നിൽ പോലുള്ള ഒരു വ്യക്തിയുടെ ഇടയ്ക്കിലേക്ക് വന്നു ചേരുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന വെച്ചാൽ ധ്യാനം തന്നെ സംഭവിക്കുന്ന ഒരു മാർഗ്ഗമാണ്, അല്ലേ? നമ്മളിലേക്ക് ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ധ്യാനം അനുഭവിപ്പിക്കുകയാണ്.
അപ്പം ചക്രങ്ങൾ എന്താണെന്നും മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ എന്താണെന്നും നാഗം എവിടെ ഇരിക്കുന്നതാണെന്നും നമ്മുടെ സുഷമയിൽ വസിക്കുന്നതാണെന്നും നാഗദൈവങ്ങൾ എന്താണെന്നും എന്നുള്ളൊരു അവബോധം മറ്റുള്ളവരിലേക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്നർ സയൻസ് എന്ന് ഇട്ടേക്കുന്നത്. ഇതൊരു ഉള്ളിലെ ആന്തരിക ഘടനയിൽ ഒരു രഹസ്യമാണ്. അതിനൊരു നമ്മൾ അറിയണം. അതിനെ പഠിച്ചും അറിഞ്ഞും ചെയ്യുമ്പോഴേ ഇനിയെങ്കിലും നമ്മുടെ ഇതുപോലുള്ള നാഗാരാധനയൊക്കെ ഒരു ഇടക്കാലത്ത് മുറിഞ്ഞു പോകാതിരിക്കുള്ളൂ അല്ലേ. നമ്മൾ സംശയത്തിലാണ് ഇപ്പോൾ നാഗം നല്ലതാണോ തെറ്റാണോ, നാഗ സാധന തെറ്റാണോ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നാഗത്തിനെ കുറിച്ച് എന്ത് ദോഷങ്ങളോ എന്ത് സാധനയുടെ ഇതുണ്ടായാലും ബ്രാഹ്മിയിൽ ബന്ധപ്പെടാം. ബ്രാഹ്മി എന്ന് പറഞ്ഞ നാഗങ്ങളുടെയാണ്, സർപ്പലോകവും സർപ്പദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അവിടെ വന്നാലും എല്ലാവരും നാഗങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. നാഗം സർപ്പവും കൊണ്ടാണ് പോകുന്നത്. അങ്ങനത്തെ രീതിയാണ് അവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം കൂടുതലും അടുത്തറിയുക. ഇനിയും വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ് വെച്ചാൽ എല്ലാവരും ജന്മജന്മാന്തരമായിട്ട് വന്നിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മോശമാണ്. അതിന് പോകണമെങ്കിൽ ഉയർന്ന തലത്തിൽ ഇതുപോലുള്ള സഹായങ്ങൾ വേണം നമുക്ക് നാഗങ്ങളെ പോലെ. നാളെ ഒരു വ്യക്തി സ്പിരിച്വലി ഇറങ്ങാൻ കഴിയുമ്പം അവർക്ക് വഴി കാട്ടാൻ ഒരു GPS വേണം, എപ്പോഴും ഒരു ഗുരു വേണം. അപ്പം നാഗത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനൊരു തലമാണ് അറിയുകയും അതിൻ്റെ മാക്സിമം മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാനും നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. നിങ്ങളിലുള്ള ഓരോരുത്തരും കാണുന്ന ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നാഗത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നാഗാരാധന എന്തിനു ചെയ്യണമെന്നും നാഗം സ്പിരിച്വലി എത്ര ഉയർന്ന തലമാണെന്നും യോഗയുടെയും തന്ത്രയുടെയും എത്രയോ മാനങ്ങളാണെന്നും നമ്മളിൽ തുറക്കപ്പെടുന്നതും നമുക്ക് ക്ഷേമത്തിനുള്ള വഴിയാണെന്നും എല്ലാം നമ്മൾ അറിഞ്ഞും പഠിച്ചും അതേപോലെ തന്നെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് പ്രാപ്തി കൊടുക്കണം. വരും തലമുറ അന്ധകാരത്തിലല്ല പോകേണ്ടത്, ജ്ഞാനത്തിലാണ് പോകേണ്ടത്. നമ്മൾ ബോധവാനായി ജീവിക്കുകയാണ് ഈ ഭൂമിയിൽ, അതും സന്തോഷവും സ്നേഹവും കൊണ്ട്. നാഗാരാധനയിൽ ഏതൊരു വ്യക്തിക്കും ചെയ്യുവാനും അത് പരിശീലിക്കാനും സാധിക്കുന്ന ഒന്നാണ്. അതിലൊരു വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, ഒരു ജാതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു അവനവൻ്റെ ക്ഷേമവും മോശവും ആഗ്രഹിക്കുന്ന ആർക്കും നാഗാരാധനയിലേക്ക് കടക്കാം. അനന്തനാഗസ്വാമി സാധനയുടെ സ്പന്ദനം അറിഞ്ഞനുഭവിക്കാം. അനന്തൻ്റെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് മാം. അപ്പോൾ ആദിയുടെ വാക്കുകളിലൂടെ എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. ശരിക്കും നാഗം എന്ന് പറയുന്നൊരു ഊർജ്ജമാണ്. അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയുക. ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിന് സാധനയായാലും മെഡിറ്റേഷനായാലും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അനുഭവം ഉണ്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2024 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷമായി തീരട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും സംഭവിക്കട്ടെ. അപ്പം ഇതൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും നന്ദി. നമസ്കാരം.